പെസഹ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ഓർമ്മപ്പെടുത്തൽ. അതുകൊണ്ട് തന്നെ പെസഹ ഒരുക്കങ്ങൾക്ക് അതിൻ്റേതായ ഭക്തിയും ബഹുമാനവും ഒക്കെ ഉണ്ടായിരിക്കണം. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെയൊക്കെ ചൈൽഡ്ഹുഡ് പെസഹ അപ്പം മുറിക്കലിനെ പറ്റിയാണ്. വീട്ടിലെ വലിയ ആഴ്ചയിലെ തിങ്കളാഴ്ച തന്നെ പച്ചരി വാങ്ങിച്ച് അത് കഴുകി വീട്ടിലെ ഉരലിൽ തന്നെ പൊടിച്ച് വറുത്ത് വെക്കും. അത് ഒരു 5 കിലോയെങ്കിലും കുറഞ്ഞതുണ്ടാവും. കാരണം ഞങ്ങളുടേതൊരു വലിയ ഫാമിലി ആയതുകൊണ്ട് തന്നെ ഒരു 19 പേരെങ്കിലും കുറഞ്ഞതുണ്ടാവും. പെസഹായുടെ അന്ന് കുർബാനയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു 3 മണിയാകുമ്പോൾ തന്നെ പപ്പ അപ്പത്തിനുള്ള മാവ് കുഴച്ച് തുടങ്ങും. അതും പ്രാർത്ഥിച്ച് നല്ല വൃത്തിക്ക് തന്നെ. അമ്മ പപ്പയ്ക്ക് ഹെൽപ്പറായിട്ടും ഉണ്ടാവും. ഞങ്ങൾ 3 ആളും ചുറ്റിലും ഉണ്ടാവും, ഓരോ ഡൗട്ടൊക്കെ ചോദിച്ച്. ഇതുപോലെ തന്നെ എൻ്റെ തന്നെ ഫാമിലിയിലെ ബാക്കി 4 വീട്ടിലും ഇതേ ചടങ്ങ് നേരം നടക്കുന്നുണ്ടാവും. അപ്പം അടുപ്പത്ത് കയറുമ്പോൾ ഒരു 5 മണിയെങ്കിലും ആകും, അതും വലിയ ഒരു കലത്തിൽ. ആ കലം അന്നേ ദിവസം മാത്രമേ ഞാൻ ആ വീട്ടിൽ കാണാറുള്ളൂ. വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ആദ്യത്തെ വീട്ടിലെ അപ്പം മുറിക്കലിന് എല്ലാവരും ഒത്തുകൂടും. അപ്പന്മാരും ചേട്ടായിമാരും ഒക്കെ പാനം വായിക്കാനും അമ്മമാരെല്ലാവരും കൂടെ പാലുണ്ടാക്കാനും ഞങ്ങൾ കുറേ കുരിപ്പുകൾ, അതായത് അന്നത്തെ 90s കിഡ്സ് ആൻഡ് ഇന്നത്തെ ജെൻസിയൊക്കെ കളിയും അലമ്പും ഒക്കെ ആയിട്ട് ഏതേലും മുറിയിലുണ്ടാവും. ഫാമിലിയിലെ ഏറ്റവും മുതിർന്ന ആൾ കുരിശപ്പം മുറിച്ച് എല്ലാവർക്കും കൊടുക്കും. എന്നിട്ട് പാലും പഴവും വട്ടയപ്പവും ഒക്കെ കഴിച്ച് അടുത്ത വീട്ടിലേക്ക് പോകും. അങ്ങനെ 5 വീട്ടിലും അപ്പം മുറിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ 2 മണിയെങ്കിലാകും. പകുതി പേരും ആ സമയം ഉറക്കമായിരിക്കും. ഇന്നും ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ അന്നത്തെ 90s കിഡ്സൊക്കെ ഇന്ന് വേറെ ഫാമിലിയായിട്ട് ബിസി ആയിപ്പോയി. ഇന്ന് എത്ര ഹാപ്പിയാണെന്ന് പറഞ്ഞാലും അന്നത്തെ പെസഹ ഒക്കെ ലൈഫിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ചില നിധികൾ തന്നെയാണ്.